ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് പറഞ്ഞാൽ ജാവ ഈ ഓവർ റിഡൺ മെത്തേഡ്സിൻ്റെ കേസിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഓവർ റൈഡ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുമ്പോൾ ഓവർ റൈഡ് ചെയ്തിട്ടുള്ള മെത്തേഡ്സിനെ കോൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് ഈ റൺ ടൈം ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. അതായത് മെത്തേഡിനെ കോൾ ചെയ്തിട്ട് ആ കോൾ ചെയ്ത മെത്തേഡിനെ കോൾ ചെയ്യാൻ ഉപയോഗിച്ച ഓബ്ജക്റ്റ് ഉണ്ട്. നമുക്കറിയാം ജാവയിൽ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ ഓബ്ജക്റ്റ് വേണം. ഓബ്ജക്റ്റ് ഉപയോഗിച്ചാണ് കോൾ ചെയ്യാം. അപ്പോൾ ഇൻഹെറിറ്റൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, പാരന്റ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു ഫംഗ്ഷന് പുതിയ ഡെഫിനിഷൻ കൊടുക്കുന്നതാണ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ പാരന്റ് ക്ലാസ്സിന് സ്വന്തമായിട്ടൊരു ഡെഫിനിഷൻ ഉണ്ട്. അതേ ഫംഗ്ഷൻ സെയിം ഫംഗ്ഷന് ചൈൽഡ് ക്ലാസ്സിനും ഒരു ഡെഫിനിഷൻ ഉണ്ട്. പുതിയ ഡെഫിനിഷൻ കൊടുക്കുന്നത് ഇതാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. പാരന്റിൽ നിന്ന് കിട്ടിയ മെത്തേഡിന് പുതിയ ഡെഫിനിഷൻ കൊടുക്കുന്നതാണ് മെത്തേഡ് ഓവർ റൈഡിങ്. അപ്പോൾ പാരന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പാരന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഈക്വൽ ടു ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് അങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ ടൈപ്പ് പാരന്റ് ക്ലാസ്സിലേക്ക് മാറ്റും. അവിടെയാണ് നമ്മൾ ഈ അനിമൽ ഡോഗ് എന്നുള്ള റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞ അവിടെയായിരുന്നു. അത് അനിമൽ എന്നുള്ളതാണ് പാരന്റ് ക്ലാസ്, അതിന്റെ ചൈൽഡ് ക്ലാസ് ആണ് ഡോഗ്. നമുക്ക് പറയാം ഡോഗ് ഈസ് ആൻ അനിമൽ എന്ന് പറയാം. അതായത് ഡോഗ് എന്നുള്ള അനിമലിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. നേരെ തിരിച്ച് പറ്റില്ല. അപ്പോൾ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ പാരന്റ് ക്ലാസ്സിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ ഓവർ റൈഡ് മെത്തേഡിനെ കോൾ ചെയ്യുമ്പോൾ പാരന്റ് ക്ലാസ്സിലുള്ള ഡെഫിനിഷൻ ആണോ ചൈൽഡ് ക്ലാസ്സിലെ ഡെഫിനിഷൻ ആണോ കോൾ ചെയ്യേണ്ടത് തീരുമാനിക്കില്ല. അത് തീരുമാനിക്കുന്നത് റൺ ടൈമിൽ മാത്രമാണ്. അതാണ്. അപ്പോൾ ഇത് ജാവയിലെ റൺ ടൈം പോളിമോർഫിസം ഇങ്ങനെയാണ് ജാവ നടപ്പിലാക്കുന്നത്. ഈ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ചിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ഇത് ഫുൾ കംപ്ലീറ്റ് കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇൻഹെറിറ്റൻസ് ചെയ്യുമ്പോൾ പാരന്റിന്റെ മെത്തേഡ്സ് കിട്ടും, ഡാറ്റ മെമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഈ മെത്തേഡ്സിന് ഓവർ റൈഡ് ചെയ്ത് പുതിയ ചൈൽഡ് ക്ലാസ്സിന് പുതിയ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നതാണ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞത്. ആ ഒരു കേസിൽ വരുന്ന ഒരു കേസാണ്, ഒരു സ്പെഷ്യൽ സെനാരിയോ ആണ് ഈ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ക്ലാസിന്റെ ഇതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഈ ലാസ്റ്റ് പോയിന്റിലാണ് പറയുന്നത്. വെൻ ആൻ ഓവർ റിഡൺ മെത്തേഡ് ഈസ് കോൾഡ് ത്രൂ എ സൂപ്പർ ക്ലാസ് റെഫറൻസ്. ഓവർ റൈഡ് ചെയ്യപ്പെട്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ക്ലാസ്സിലായിരിക്കും. ചൈൽഡ് ക്ലാസ്സിലെ മെത്തേഡാണ് ഓവർ റൈഡ് ചെയ്യുന്നത്. പാരന്റ് ക്ലാസ്സിലുള്ളത് അതിന്റെ നോർമൽ ഡെഫിനിഷൻ ആണ്. ചൈൽഡ് ക്ലാസ്സിലായിരിക്കും അതിന് ഓവർ റൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓവർ റൈഡ് ചെയ്യപ്പെട്ട ഒരു മെത്തേഡ് ഈസ് കോൾഡ് ത്രൂ എ സൂപ്പർ ക്ലാസ് റെഫറൻസ്. അതായത് ചൈൽഡ് ക്ലാസിന്റെ ആ ഓവർ റൈഡ് ചെയ്യപ്പെട്ട മെത്തേഡിനെ സൂപ്പർ ക്ലാസിന്റെ റെഫറൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യുന്നു. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ at the time of the method to execute will be based upon the type of the object being referred to. അപ്പോൾ ഏത് മെത്തേഡാണ്, പാരന്റിന്റെ മെത്തേഡാണോ അതോ ഈ ചൈൽഡ് ക്ലാസ്സിലെ ഓവറിഡർ മെത്തേഡാണോ കോൾ ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം പാരന്റിന്റെ ഓബ്ജക്റ്റ് വെച്ച് കോൾ ചെയ്യുമ്പോൾ പാരന്റിന് സ്വന്തമായിട്ടും ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ട്, ചൈൽഡിനും ഡെഫിനിഷൻ ഉണ്ട്. ചൈൽഡിന്റെ റെഫറൻസ് ആണ് ഇപ്പോൾ പാരന്റിന്റെ ഒബ്ജക്റ്റിൽ ഇരിക്കുന്നത്. നിങ്ങൾ സ്പെഷ്യൽ സെനാരിയോയിലെ കേസാണ് ഈ പറയുന്നത്. അപ്പോൾ ദ ടൈപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ബീങ് റെഫേർഡ്, ഏത് ഒബ്ജക്റ്റ് ടൈപ്പാണ് റെഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഏത് ഒബ്ജക്റ്റ് ടൈപ്പാണ് അവിടെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ടു അറ്റ് ദ ടൈം ഓഫ് ദ കോൾ. ആ കോൾ ചെയ്യുന്ന സമയത്ത് ഉള്ളതിനനുസരിച്ചിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഏത് ഫംഗ്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ദ മെത്തേഡ് ടു എക്സിക്യൂട്ട് വിൽ ബി ബേസ്ഡ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ബീങ് റെഫേർഡ് ടു അറ്റ് ദ ടൈം ഓഫ് ദ കോൾ ഒക്കേഴ്സ്, നോട്ട് ദ ടൈപ്പ് ഓഫ് ദ റെഫറൻസ് വേരിയബിൾ. റെഫറൻസ് വേരിയബിളിന്റെ ടൈപ്പ് അല്ല, അത് എങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത്, റെഫേർഡ് ടു പറഞ്ഞാൽ എങ്ങോട്ടാണ് റെഫർ ചെയ്യപ്പെട്ടതെന്ന് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് കൺസെപ്റ്റ് ആണ്. നിങ്ങൾ ഒന്ന് ഒരു എക്സാമ്പിൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കുക, ക്ലാസ് എ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് കോൾ മീ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, അതിന്റെ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ് അത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ക്ലാസ് ആണ്. ക്ലാസ് ബി എക്സ്റ്റെൻസ് എ. ഇപ്പോൾ ക്ലാസ് ബി എനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, എയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നു. അപ്പോൾ എ ആണ് പാരന്റ് ക്ലാസ്. എന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, കോൾ മീ എന്ന് പറഞ്ഞ ഫംഗ്ഷനേ ഉള്ളൂ. അതിപ്പോൾ ബിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി പക്ഷേ ബി എന്താ ചെയ്യുന്നത്, ഓവർ റൈഡ് ചെയ്യാണ്, കോൾ മീ ആ ഫംഗ്ഷനെ വീണ്ടും വേറെ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ഇതിനകത്ത് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രിന്റിംഗ് ആണ്. ഇൻസൈഡ് എസ് കോൾ മീ മെത്തേഡ് എന്നാണ്. ബീൻ്റെ അകത്ത് അതെന്ത് ചെയ്തു, ഓവർ റൈഡ് പുതിയ ഡെഫിനിഷൻ കൊടുത്തു, ഇൻസൈഡ് ബീസ് കോൾ മീ മെത്തേഡ് എന്നാക്കി. അതിൻ്റെ ഫംഗ്ഷൻ സെയിം ആണ്, അതിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻ മാറ്റി. അത് അവിടെ എന്ത് ഓപ്പറേഷൻ വരാം, ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ജസ്റ്റ് മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ബി എയിൽ നിന്ന് കിട്ടിയ കോൾ മീ മെത്തേഡിനെ അപ്പോൾ ഓവർ റൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവർ റിഡൺ മെത്തേഡ്. ചൈൽഡ് ക്ലാസ്സിലാണ് ഓവർ റിഡൺ മെത്തേഡ്. പാരന്റ് ക്ലാസ്സിന് സ്വന്തം മെത്തേഡാണ്. പാരന്റിനെ സംബന്ധിച്ചോളം ബി എന്നൊരു ക്ലാസ് ഉണ്ടോ അതിങ്ങനെ ഓവർ റിഡൺ മെത്തേഡ് ഒന്നും എക്ക് അറിയേണ്ട ആവശ്യമില്ല, അറിയില്ല. പക്ഷേ ബിക്ക് അറിയാം എ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്,
അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, അതിൻ്റെ കോൾ മീ മെത്തേഡ് കിട്ടി. അപ്പോൾ പാരന്റ് ക്ലാസ്സിൽ നിന്ന് കോൾ മീ മെത്തേഡ് കിട്ടി എന്ന് പറയുമ്പോൾ അത് ഇതായിരിക്കും ഡെഫിനിഷൻ. പക്ഷേ ഇവിടെ അതിനെ ഓവർറൈഡ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ബിയെ സംബന്ധിച്ചോളം ഈ ഒരു ഡെഫിനിഷനേ ഉള്ളൂ. എയെ സംബന്ധിച്ചോളം ഇതാണ് കോൾ മീ മെത്തേഡ് ഡെഫിനിഷൻ. അപ്പോൾ പാരന്റിനും ചൈൽഡിനും രണ്ട് ഡിഫറെൻറ്റ് ഡെഫിനിഷനാണുള്ളത്. എന്നാൽ ഇവിടെ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് പാരന്റ് ചൈൽഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. ഇനി ക്ലാസ് സി എക്സ്റ്റെൻസ് എ. ക്ലാസ് സിയും എ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കോൾ മീയെ വീണ്ടും സി എന്ത് ചെയ്യുന്നു, ഓവർറൈഡ് ചെയ്തിട്ട് ഇൻസൈഡ് കോൾ മീ മെത്തേഡിൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് സെനാരിയോ. ഇനി നാലാമത്തെ ക്ലാസ്സിൽ ആ 3 ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞു. 4 മെയിൻ മെത്തേഡ് എഴുതുന്നു. മെയിൻ മെത്തേഡ് വേണം നമുക്ക് ഫംഗ്ഷൻ റൺ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ. മെയിൻ മെത്തേഡിൻ്റെ അകത്ത് എ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ബിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഓർക്കേണ്ടത് എ ആണ് പാരന്റ്, ടോപ്പ് മോസ്റ്റ് പാരന്റ്, അതിൻ്റെ ചൈൽഡാണ് ബി. എൻ്റെ തന്നെ മറ്റൊരു ചൈൽഡാണ് സി. അത് ശ്രദ്ധിക്കണം. എയിൽ നിന്നാണ് എയും ബിയും സിയും എയിൽ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും എ എന്ന് പറയുന്ന ക്ലാസ്സിന്റെ ചൈൽഡ് ക്ലാസ്സുകളാണ്. എന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് എ എന്നാണ് പേര്, ബിൻ്റെത് ബി ആണ്, സി ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഒരു എ ആർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഒബ്ജക്റ്റ് റെഫറൻസ് ആണ്. ഇവിടെ ഒബ്ജക്റ്റ് എ ആണ്, സ്മോൾ എ ആണ് ഈക്വൽ ന്യൂ എന്ന് കൊടുക്കുന്നത് ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു, ക്രിയേറ്റ് ചെയ്തു, അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യില്ല, ജസ്റ്റ് ഒരു അഡ്രസ്സ് ഹോൾഡ് ചെയ്യാനുള്ള ഇത് മാത്രമാണ്. അപ്പോൾ ഇതിന് ഒബ്ജക്റ്റ് റെഫറൻസ് എന്ന് പറയും. ഇനി ആർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റെഫറൻസിലേക്ക് എ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിന് അസൈൻ ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എ എന്ന് പറയുന്നതിന് ഇപ്പോൾ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് അതിന് അഡ്രസ്സ് ഉണ്ട്, ആ അഡ്രസ്സിന് ആറിലേക്ക് കൊടുത്തു. അപ്പോൾ ആർ എന്ന് പറയുന്നത് എക്ക് പകരം നിൽക്കുന്നതാണ്, അതിന്റെ ടൈപ്പ് എ തന്നെയാണ്. അപ്പോൾ ആർ ഡോട്ട് കോൾ മീ എന്ന് പറയുമ്പോൾ റൺ ചെയ്യുക, ഇൻസൈഡ് എ കോൾ മെത്തേഡ്, എന്റെ മെത്തേഡ് തന്നെ കോൾ ചെയ്യപ്പെടും. ഇനി ആറിലേക്ക് ബി അസൈൻ ചെയ്തു. ആർ ഡോട്ട് കോൾ മീ എന്ന് കോൾ ചെയ്യുമ്പോൾ ആറിനെ സംബന്ധിച്ചോളം ആർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് റെഫറൻസ് ആയിരുന്നു. അതിലേക്ക് ആദ്യം എന് കൊടുത്തപ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ആറിലേക്ക് ബി എന്ന് കൊടുക്കുമ്പോൾ ആർ എന്ന് പറഞ്ഞ പാരന്റ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ് ആണ്, പാരന്റ് ക്ലാസ് ആണ്, എന്റെ ടൈപ്പ് ആണ്. അതിലേക്ക് അസൈൻ ചെയ്യുന്നത് ബി ആണ്, ഈ പാരന്റ് ക്ലാസിന്റെ ചൈൽഡ് ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റ് ആണ് അതിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ആറിന്റെ അകത്തുള്ളത് ഇപ്പോൾ ബിയുടെ അഡ്രസ് ആണ്. അപ്പോൾ ആർ ഡോട്ട് കോൾ മീ എന്ന് കോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ആറിൽ ഇപ്പോൾ ബി ആണുള്ളത്, അതുകൊണ്ട് ബിന്റെ മെത്തേഡാണ് റൺ ചെയ്യുക, ഇൻസൈഡ് ബീസ് കോൾ മീ മെത്തേഡാണ് റൺ ചെയ്യുക. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ കോൾ മീ ആർ എന്ന് പറയുന്നത് പാരന്റിന്റെ ഓബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ കോൾ മീ മെത്തേഡ് പാരന്റിന്റെ കോൾ മീ എ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടല്ലോ, പാരന്റ് ക്ലാസ് എ, ഈ എ ക്ലാസിന്റെ കോൾ മീയെ റൺ ചെയ്യണോ ബിയുടെ കോൾ മീ ആണോ റൺ ചെയ്യേണ്ടത് എന്നുള്ളത് കമ്പൈൽ ടൈമിൽ തന്നെ തീരുമാനിക്കില്ല. കമ്പൈൽ ടൈമിൽ അത് ഡിസിഷൻ എടുക്കില്ല, അതവിടെ പെൻഡിങ്ങിൽ വെക്കും. അത് റൺ ടൈമിൽ എങ്ങനെ തീരുമാനിക്കുള്ളൂ. റൺ ടൈമിൽ റെഫറൻസ് നോക്കിയിട്ട് ഇത് ഈ ആർ എന്ന് പറഞ്ഞാൽ ഏതിലേക്കാണ് ഇപ്പോൾ റെഫർ ചെയ്യുന്നത്, ബിയിലേക്കാണ്. അപ്പോൾ അതിലേക്ക് റെഫർ ടു ബി, അപ്പോൾ ആ റെഫറൻസ് നോക്കിയിട്ട് ഈ ഫംഗ്ഷൻ ഇതിനെ കോൾ ചെയ്യാൻ തീരുമാനിക്കുകയുള്ളൂ. അപ്പോൾ റിസൾട്ട് സെയിം തന്നെ ആയിരിക്കും, ബി തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ റൺ ടൈമിൽ ചെയ്യുന്നതിനാണ് ഇതിനെ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു റൺ ടൈം പോളിമോർഫിസം കൂടിയാണ് ഇത് നടക്കുന്നത്. പോളിമോർഫിസത്തിന് എക്സാമ്പിൾ, കാരണം ഇവിടെയും ഫംഗ്ഷന് പല ഡെഫിനിഷൻ വരികയാണ്. പക്ഷെ ആ ഡെഫിനിഷൻ വരുന്നത് റെഫറൻസ് മാറുന്നതിനനുസരിച്ച്. ഇനി സി ആണെങ്കിലോ, സി ആണ് ആറിലേക്ക് കൊടുക്കുന്നതെങ്കിൽ അത് റൺ ടൈമിൽ സിന്റെ മെത്തേഡാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ കോൾ ചെയ്യുന്നത് എല്ലാം കോൾ മീ, ആർ ഡോട്ട് കോൾ മീ, ആർ ഡോട്ട് കോൾ മീ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റ് നോക്കുക, ആർ ഡോട്ട് കോൾ മീ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് അസൈൻ ചെയ്ത റെഫറൻസ് അനുസരിച്ചിട്ട് അതിന്റെ ഡെഫിനിഷൻ മാറുന്നു. 3 ടൈപ്പ് ഫംഗ്ഷനാണ് ഇവിടെ, 3 ഡെഫിനിഷനാണ് റൺ ചെയ്തത്. അപ്പോൾ ഇത് റൺ ടൈമിലാണ് നടക്കുന്നത്. ഇതാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിൾ പ്രോഗ്രാമാണിത്. ഇത് ഒരു സ്പെഷ്യൽ സെനാരിയോ ആണ്, ഇത് എപ്പോഴും ആവശ്യം വരുന്നതെന്നല്ല, ഇങ്ങനെയുള്ള യൂസസ് വരാം. അങ്ങനത്തെ കേസിൽ ജാവ ഇങ്ങനെയാണ് അതിനെ റിസോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു കൺസെപ്റ്റാണ്, അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ എ മെത്തേഡ് ദാറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ബട്ട് നോട്ട് ഡിഫൈൻഡ് ഈസ് ആൻ അബ്സ്ട്രാക്ട് മെത്തേഡ്. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ് നോക്കുന്നതിന് മുമ്പ് അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറയാം. എ മെത്തേഡ് ദാറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ്, ഒരു മെത്തേഡ് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ബട്ട് നോട്ട് ഡിഫൈൻഡ്, പക്ഷെ അതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഡിഫൈൻ ഇല്ല, അങ്ങനത്തെ നമുക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ്, അതായത് ബോഡി ഇല്ല, ഡെഫിനിഷൻ ഇല്ല. നമ്മൾ നോർമലി കോൺക്രീറ്റ് ഡെഫിനിഷൻ ഇല്ല എന്ന് പറയും, അതായത് ഡെഫിനിഷൻ ഇല്ല. എ ക്ലാസ് ദാറ്റ് കണ്ടെയ്ൻസ് 1 or more അബ്സ്ട്രാക്ട് മെത്തേഡ്സ്. ഇനി ഒരു ക്ലാസ്സിനകത്ത് അങ്ങനെയുള്ള അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഉണ്ടെങ്കിൽ, ഒരു ക്ലാസ്സിനകത്ത് അങ്ങനെ ജസ്റ്റ് 2-3 മെത്തേഡ്സിന്റെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ഡെഫിനിഷൻ ഇല്ല, അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ മസ്റ്റ് ഓൾസോ ബി ഡിക്ലെയർഡ് അബ്സ്ട്രാക്ട്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ അപ്പോൾ എന്താണ്, അബ്സ്ട്രാക്ട് ക്ലാസ് ആക്കണം. അപ്പോൾ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് നമുക്കൊരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് എഴുതാൻ പറ്റുകയുള്ളൂ.
അങ്ങനെ ഒരു ഒന്നോ രണ്ടോ അബ്സ്ട്രാക്ട് മെത്തേഡ്സ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കുകയാണ്, ഡെഫിനിഷൻ ഇല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ അതിന് സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. അബ്സ്ട്രാക്ട് ടൈപ്പ് നെയിം പാരാമീറ്റർ ലിസ്റ്റ് എന്നിട്ട് സെമിക്കോളൻ ഇടും. നമ്മൾ നോർമലി ജാവയും ചെയ്യാറില്ല, സെമിക്കോളൻ ഡിക്ലറേഷൻ ചെയ്യാറില്ല, പക്ഷെ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ കേസിൽ അങ്ങനെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള അബ്സ്ട്രാക്ട് ക്ലാസ് അടങ്ങുന്ന ഒരു ക്ലാസ്, അബ്സ്ട്രാക്ട് മെത്തേഡ്സ് അടങ്ങുന്ന ഒരു ക്ലാസ്സിനെ അബ്സ്ട്രാക്ട് ക്ലാസ് ആക്കണം. അപ്പോൾ അതിന് ചെയ്യുന്നത്, യു മസ്റ്റ് ഡിക്ലെയർ അബ്സ്ട്രാക്ട് മെത്തേഡ് വിത്ത് കീവേഡ് അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് അബ്സ്ട്രാക്ട് എന്ന് കൊടുക്കും. പിന്നെ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ബാക്കിയെല്ലാം സെയിം പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുക്കില്ല, സെമിക്കോളൻ ഇട്ടിട്ട് അവിടെ അവസാനിപ്പിക്കും. ഇനി ഒരു ക്ലാസ് ആണെങ്കിൽ അതിന് അബ്സ്ട്രാക്ട് ക്ലാസ് മൈ ക്ലാസ് അങ്ങനെയാണ് എഴുതുന്നത്. ക്ലാസ് എന്നുള്ള കീവേഡിന് മുമ്പ് അബ്സ്ട്രാക്ട് എന്ന ക്ലാസ് കൂടെ ഒരു പ്രിഫിക്സ് കൂടെ കൊടുക്കും. അങ്ങനെയാണ് അബ്സ്ട്രാക്ട് ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് ആ അബ്സ്ട്രാക്ട് ക്ലാസ് ഈസ് ഇൻകംപ്ലീറ്റ്, ഇറ്റ് ഹാസ് മിസ്സിംഗ് മെത്തേഡ് ബോഡീസ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്, അത് കംപ്ലീറ്റ് അല്ല. കാരണം ഒരു ക്ലാസ് എഴുതുമ്പോൾ അതിനകത്ത് മെത്തേഡ്സിന് അതിൻ്റെ ഡെഫിനിഷൻ കൂടെ ആ ക്ലാസ്സിനകത്ത് എഴുതണം. പക്ഷേ അങ്ങനെ ഡെഫിനിഷൻ എഴുതാതെ ജസ്റ്റ് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇറ്റ് ഹാസ് മിസ്സിംഗ് മെത്തേഡ് ബോഡീസ്, മെത്തേഡ് ബോഡി മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ യു കനോട്ട് ഇൻസ്റ്റാൻഷിയേറ്റ് an abstract ക്ലാസ്. ഒരു അബ്സ്ട്രാക്ട് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അബ്സ്ട്രാക്ട് ക്ലാസ്സിന് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് റെഫറൻസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ന്യൂ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ന്യൂ എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ എ ഓബ്ജക്റ്റ് ഈക്വൽ ന്യൂ എ എന്ന് പറയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇൻസ്റ്റാൻസ് ചെയ്യാൻ പറ്റില്ല. ഓൾസോ യു കാനോട്ട് ഡിക്ലെയർ അബ്സ്ട്രാക്ട് കൺസ്ട്രക്ടേഴ്സ് ഓർ അബ്സ്ട്രാക്ട് സ്റ്റാറ്റിക് മെത്തേഡ്. കൺസ്ട്രക്ടേഴ്സിന് അബ്സ്ട്രാക്ട് ആക്കാൻ പറ്റില്ല, അതുപോലെ സ്റ്റാറ്റിക് മെത്തേഡിന് അബ്സ്ട്രാക്ട് ആക്കാൻ പറ്റില്ല. അത് പലപ്പോഴും കോൺട്രാഡിക്ടറി ആണ്. ഇനി മറ്റൊരു അബ്സ്ട്രാക്ട് ക്ലാസിന്റെ പ്രത്യേകത, അബ്സ്ട്രാക്ട് ക്ലാസ് ക്യാൻ ഓൾസോ ഹാവ് കോൺക്രീറ്റ് മെത്തേഡ്സ്. അബ്സ്ട്രാക്ട് ക്ലാസിന്റെ അകത്ത് കോൺക്രീറ്റ് മെത്തേഡ്സും ഉണ്ടാകാം. കോൺക്രീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എഴുതുന്ന മെത്തേഡ്, അതായത് ഫംഗ്ഷൻ അതിന്റെ ബോഡി അവിടെ തന്നെ ഉണ്ടാവും, ഫംഗ്ഷൻ ഡെഫിനിഷനോട് കൂടിയുള്ള മെത്തേഡ്. അപ്പോൾ മെത്തേഡ് ഡെഫിനിഷൻ അടക്കമുള്ളതാണ് കോൺക്രീറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഉള്ള മെത്തേഡ് നമ്മൾ കോൺക്രീറ്റ് മെത്തേഡ് എന്ന് പറയും. അതല്ലാത്തതാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്, ഡെഫിനിഷൻ കൊടുക്കാത്തതാണ് അബ്സ്ട്രാക്ട് മെത്തേഡ്. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത് അബ്സ്ട്രാക്ട് മെത്തേഡ്സ് പോലെ തന്നെ കോൺക്രീറ്റ് മെത്തേഡ്സും അറിയാൻ പറ്റും. അപ്പോൾ ശരിക്കും രണ്ടിനും കൂടി മിക്സ് ആണ്, ഒരു ഇൻകംപ്ലീറ്റ് ആണ്, കുറച്ച് കംപ്ലീറ്റ് ആണ്, കുറച്ച് കംപ്ലീറ്റ് അല്ല. അപ്പോൾ ഈ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാനും പറ്റില്ല. പിന്നെ അതിന്റെ യൂസ് എന്ന് പറയുന്നത് ഇസ് യൂസ് ടു ക്രിയേറ്റ് എ സൂപ്പർ ക്ലാസ് that only defines a generalized form that will be shared by all of the subclasses. ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ക്രിയേറ്റ് എ സൂപ്പർ, ഒരു സൂപ്പർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു മോഡലായിട്ട്, ഒരു റെഫറൻസ് ആയിട്ട് ഒരു സൂപ്പർ ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്യും. അതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് എത്ര ചൈൽഡ് ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന്റെ ഒബ്ജക്റ്റ്, ഈ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഫംഗ്ഷൻ നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്യില്ല. അതിനെ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് ചൈൽഡ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യും. ആ ചൈൽഡ് ക്ലാസ്സസ് എന്ത് ചെയ്യും, ഇതിനകത്തുള്ള അബ്സ്ട്രാക്ട് മെത്തേഡ്സിന് പുതിയ ഡെഫിനിഷൻ കൊടുക്കുകയും ആ മെത്തേഡ്സിന് അതിന്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് കോൾ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ് എന്തായിരിക്കണം, അതിന്റെ ഈ പാരന്റ് ക്ലാസ്സിലുള്ള അബ്സ്ട്രാക്ട് മെത്തേഡ്സിനൊക്കെ മസ്റ്റ് ആയിട്ടും ഡെഫിനിഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്കറിയാം അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡെഫിനിഷൻ ഇല്ലാത്ത മെത്തേഡ്സ് ഉണ്ടാവും. ഈ മെത്തേഡ്സിനെ അതിനെ ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ ചൈൽഡ് ക്ലാസ് എന്ത് ചെയ്യണം, ആ ഡെഫിനിഷൻ ഇല്ലാത്ത മെത്തേഡ്സിന് മസ്റ്റ് ആയിട്ട് ഡെഫിനിഷൻ കൊടുത്തിരിക്കണം. കാരണം അതൊരു മോഡലാണ്. ഈ മോഡൽ ഇത്ര ഫംഗ്ഷൻസ് ഉണ്ട്, ഇന്ന ഫംഗ്ഷൻ ഉണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻഹെറിറ്റ് ചെയ്യുന്ന ആളെന്തിനാ, അതെല്ലാം എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കണം, മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ചൈൽഡ് ക്ലാസ്സിനെ അബ്സ്ട്രാക്ട് ആക്കണം, അതേ മാർഗ്ഗമുള്ളൂ. അതാണ് അബ്സ്ട്രാക്ട് ക്ലാസിന്റെ പ്രത്യേകതകൾ. ഒരു ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് എഴുതി കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് ക്ലാസ് ആയി. അതിന്റെ അകത്ത് ഒരു അബ്സ്ട്രാക്ട് വോയിഡ് കോൾ മീ എന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് എഴുതുക. അപ്പോൾ ഈ അബ്സ്ട്രാക്ട് മെത്തേഡ് ഉള്ളതുകൊണ്ടാണ് ഈ ക്ലാസ് നമുക്ക് അബ്സ്ട്രാക്ട് ആക്കേണ്ടി വരുന്നത്. അപ്പോൾ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ അകത്ത് അബ്സ്ട്രാക്ട് ക്ലാസ് ചെയ്യുക, അതിന്റെ അകത്ത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ട്, കോൾ മീ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. പിന്നെ മറ്റൊരു മെത്തേഡ് കോൾ മീ ടു പറഞ്ഞ മെത്തേഡ് എന്താണ്, അത് കോൺക്രീറ്റ് മെത്തേഡ് ആണ്, അതിന് ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് എ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡും ഉണ്ട്, ഒരു കോൺക്രീറ്റ് മെത്തേഡും ഉണ്ട്. ഇനി ക്ലാസ് ബി എന്ന് പറയുന്നത് നോർമൽ ക്ലാസ് ആണ്, അത് ശ്രദ്ധിക്കുക. നോർമൽ ക്ലാസ്, അത് അബ്സ്ട്രാക്ട് ക്ലാസ് അല്ല, അതിന് അബ്സ്ട്രാക്ട് എന്ന് എഴുതിയിട്ടില്ല. ക്ലാസ് ബി എക്സ്റ്റെൻസ് എ. എ എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് ആയ എനെ നോർമൽ ക്ലാസ് ബി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, പാരന്റ് ക്ലാസ്സിനകത്ത് രണ്ട് മെത്തേഡുകൾ, ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് കോൾ മീയും ഒരു കോൺക്രീറ്റ് മെത്തേഡ് കോൾ മീ ടു ഉണ്ട്. ഇപ്പോൾ കോൾ മീ ടു ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ബോഡി ഉള്ളതുകൊണ്ട് അത് ബിക്ക് കിട്ടും. വോയിഡ് കോൾ മീ എന്ന മെത്തേഡും കിട്ടും. പക്ഷേ ഈ കോൾ മീ എന്ന മെത്തേഡിനെ ബി ചെയ്യണം, മസ്റ്റ് ആയിട്ട് ഡെഫിനിഷൻ കൊടുത്തിരിക്കണം. കാരണം പാരന്റിൽ നിന്ന് കിട്ടിയതാണ്, പക്ഷേ ഡെഫിനിഷൻ ഇല്ല, ഡെഫിനിഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ ഡെഫിനിഷൻ കൊടുത്തു. അപ്പോൾ ബിയെ സംബന്ധിച്ചോളം ഇപ്പോൾ
കോൾ മീ എന്ന് പറഞ്ഞ മെത്തേഡും ഡെഫിനിഷൻ ആയി. പിന്നെ പാരലൽ ഓൾറെഡി ഡെഫിനിഷൻ ഉള്ള ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു കോൾ മീ ടു, അതും കിട്ടി. അപ്പോൾ 2 മെത്തേഡ് ഉണ്ടാകും ബിക്ക്. ഈ മെയിൻ മെത്തേഡുള്ള ഒരു ക്ലാസ് എഴുതി അതിൻ്റെ അകത്ത് ബി എന്ന് പറയുന്ന ക്ലാസ്സിന് ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ബി ഡോട്ട് കോൾ മീ എന്ന് കോൾ ചെയ്താൽ ഈ അത് സ്വന്തമായിട്ട് കൊടുത്ത പാരലിൽ നിന്ന് കിട്ടിയ അബ്സ്ട്രാക്ട് മെത്തേഡ് സ്വന്തമായി കൊടുത്ത ഡെഫിനിഷൻ വർക്ക് ചെയ്യും. കോൾ മീ ടു എന്ന് കൊടുത്താൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പാരലിൽ നിന്ന് കിട്ടിയ ഡയറക്റ്റ് കിട്ടിയ കോൺക്രീറ്റ് മെത്തേഡിനെ കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പാരന്റ് ക്ലാസ്സിനകത്ത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഒരു നോർമൽ മെത്തേഡാണ് ഉണ്ടായിരുന്നത്. അബ്സ്ട്രാക്ട് മെത്തേഡിനെ അപ്പോൾ എ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ബി എന്ത് ചെയ്തു, അബ്സ്ട്രാക്ട് മെത്തേഡിന് ഡെഫിനിഷൻ കൊടുത്തു. അത് കൊടുക്കൽ മസ്റ്റാണ്, ഇല്ലെങ്കിൽ അത് കമ്പൽ ടൈമിൽ തന്നെ എറർ വരും. ഇനി അബ്സ്ട്രാക്ട് എന്ന ക്ലാസ്സിന്റെ അബ്സ്ട്രാക്ട് എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു സംക്ഷിപ്ത രൂപം എന്നൊക്കെയാണ്, അത് എല്ലാം ചുരുങ്ങിയത് എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ ഇവിടെ ശരിക്കും അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയലൈസ്ഡ് ആണ്. ഇത് ഒരു മോഡൽ എന്നുള്ള മീനിങ്ങിലാണ് അബ്സ്ട്രാക്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് മോഡൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ഒരു മോഡലാണ്. അങ്ങനെയുള്ള ഒരു സാധനത്തിനെയാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡ് നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒരു കീവേഡാണ് ഇത്. ജാവയിലുള്ള ഒരു കീവേഡാണ്. അത് സിയും സി പി പിയിലും ഇല്ല ഈ കീവേഡ്. ജാവയിൽ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത കീവേഡാണ് ഫൈനൽ. ഇപ്പോൾ ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡിന് 3 യൂസസ് ആണുള്ളത്. ഫസ്റ്റ്, ഇറ്റ് ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് ദ ഈക്വലന്റ് ഓഫ് എ നെയിംഡ് കോൺസ്റ്റന്റ്. ഒരു കോൺസ്റ്റന്റ് ക്രിയേറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പൈ എന്ന് പറഞ്ഞ വാല്യൂ 3.14 എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതിനെ ആ വാല്യൂ പൈ എന്ന് പറഞ്ഞ വാല്യൂ പിന്നെ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ഇൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ ഡബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ അതോട് അത് ഫൈനലൈസ് ചെയ്തു, പിന്നെ അതിന്റെ മാറ്റം വരുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു കോൺസ്റ്റന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വാല്യൂ ഉള്ള ഒരു കോൺസ്റ്റന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തെ യൂസ്, ഫൈനൽ കീവേഡിന്റെ രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ് ടു പ്രിവെന്റ് ഓവർ റൈഡിങ് ഓഫ് എ മെത്തേഡ് ഡിഫൈൻഡ് ഇൻ എ സൂപ്പർ ക്ലാസ് ഇൻ എ സബ് ക്ലാസ്. നമുക്കിപ്പോൾ ഒരു മെത്തേഡ്, ഇപ്പോൾ ഒരു ക്ലാസ് പറയുന്ന എ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഈ മെത്തേഡിന് ഇനി എ എന്ന് പറയുന്ന ക്ലാസ്സിന് ഏതെങ്കിലും ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്താലും അതിന്റെ പുതിയ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റും. അതാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഓവർ റൈഡ് ചെയ്ത് പുതിയ മീനിങ് കൊടുക്കരുത്, അല്ലെങ്കിൽ അതിനെ ഓവർ റൈഡ് ചെയ്യാൻ പാടില്ല. സബ് ക്ലാസ്സിനകത്ത് തന്നെ ഓവർ റൈഡ് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനം. ഈ ഡെഫിനിഷൻ തന്നെ എല്ലാ സബ് ക്ലാസ്സും ഉപയോഗിക്കണം എന്ന് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ മെത്തേഡിനെ ഫൈനൽ മെത്തേഡാക്കി മാറ്റാം. അപ്പോൾ ഫൈനൽ വോയിഡ് ഷോ അങ്ങനെ എന്തെങ്കിലും ഫൈനൽ ആക്കാം. അതുപോലെ അതിന് ഫൈനൽ പറഞ്ഞാൽ അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഫൈനലായി, ഇനി അതിനെ മാറ്റാൻ പറ്റില്ല എന്നാണ് മീനിങ്. അതാണ് എൻ്റെ രണ്ടാമത്തെ യൂസ്. ഫസ്റ്റ് യൂസ് കോൺസ്റ്റന്റ് ക്രിയേറ്റ് ആണ്. രണ്ടാമത്തെ യൂസ് ഒരു മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഇൻഹെറിറ്റൻസിന്റെ കേസിലാണ് വരുന്നത്. പാരന്റ് ക്ലാസ്സിലെ ഡെഫിനിഷൻ മെത്തേഡ് ഡെഫിനിഷൻ ചൈൽഡ് ക്ലാസ്സിൽ ഓവർ റൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിനെ നമുക്ക് ഫൈനലാക്കാം. ക്ലാസ്സിനെ ഫൈനലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ക്ലാസ്സിന്റെ ഡെഫിനിഷൻ കംപ്ലീറ്റ് ആയി. അതിനെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പുതിയൊരു മീനിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്കും ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാണല്ലോ. അതിന്റെ കുറച്ചും കൂടുതൽ ക്യാപ്പബിലിറ്റീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഉള്ള ക്യാപ്പബിലിറ്റി ഒക്കെ എടുത്തിട്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്ലാസിന്റെ ക്യാപ്പബിലിറ്റി എല്ലാം എടുത്തിട്ട് പുതിയ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ ആഡ് ചെയ്തിട്ട് ക്യാപ്പബിലിറ്റി കൂട്ടുന്ന ഒരു ഇതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, ആ ക്ലാസ് ഫൈനലാണ്, ഇനി ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ 3 യൂസ് ആണ് ഫൈനൽ കീവേഡിൽ. അപ്പോൾ ഇതിന് 3ന്റെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ, വേരിയബിൾ നമ്മൾ ഫൈനലായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഫൈനൽ ഇൻറ്റ് ഐ 20 എന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് i=i+1 അങ്ങനെ വേറൊരു വാല്യൂ ഇതിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല, അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇവിടെ കമന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ അത് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റില്ല. ഓവർ റൈഡിങ് ഫോർ എക്സാമ്പിൾ, ക്ലാസ് അതിൻ്റെ അകത്ത് ഫൈനൽ വോയിഡ് മെത്തേഡ് ഒരു മെത്തേഡ് എഴുതി. അപ്പോൾ അത് ഫൈനൽ മെത്തേഡാണ്, അതിന് ഡെഫിനിഷൻ കൊടുത്തു. ക്ലാസ് എ ബി എക്സ്റ്റെൻഡ് ചെയ്തു, എന്നിട്ട് ബി ഈ ഫൈനൽ വോയിഡ് മെത്തേഡ് എന്ന് പറഞ്ഞ ഈ വോയിഡ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിന് പുതിയ ഡെഫിനിഷൻ കൊടുക്കാൻ ശ്രമിച്ചാൽ എറർ വരും, ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഓവർ റൈഡിങ് പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് പറഞ്ഞു റൺ ടൈമിലാണ് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫൈനലാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ കൺഫ്യൂഷൻ ഇല്ല. പാരന്റിന്റെ ആണോ ചൈൽഡിന്റെ ആണോ ഡെഫിനിഷൻ കോൾ ചെയ്യാൻ പോകുന്ന കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് കമ്പയർ ടൈമിൽ തന്നെ അത് റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളതിനെ ലേറ്റ് ബൈൻഡിങ് എന്ന് പറയും. അങ്ങനെയുള്ളതിനെ ഏർലി ബൈൻഡിങ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് ശരിക്കും ലേറ്റ് ബൈൻഡിങ്, അതായത് കമ്പയർ ടൈമിൽ ചെയ്ത റൺ ടൈമിൽ മാത്രമേ ആ റിസോൾവ് ചെയ്യുന്നുള്ളൂ. പാരന്റിന്റെ ഫംഗ്ഷൻ ആണോ ചൈൽഡിന്റെ ഫംഗ്ഷൻ ആണോ തീരുമാനിക്കുന്നത് റൺ ടൈമിലാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് ചെയ്യുക. അപ്പോൾ അതിനെ ലേറ്റ് ബൈൻഡിങ് എന്ന് പറയും. ഈ ഫൈനൽ ഉപയോഗിച്ച് നമ്മൾ ഓവർ റൈഡിനെ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ കൺഫ്യൂഷൻ ഇല്ല, കാരണം പാരന്റിന്റെ ഡെഫിനിഷൻ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ അപ്പോൾ പിന്നെ ചൈൽഡിന് പുതിയ ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കമ്പയർ ടൈമിൽ തന്നെ അത് അറിയാൻ പറ്റും, അതിനെ ഓവർ റൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്
പാരന്റിന്റെ ഡെഫിനിഷൻ തന്നെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഏർലി ബൈൻഡിങ് ആണ്. ഇപ്പോൾ കമ്പയർ ടൈമിൽ തന്നെ ഈ ആരാണ് കോൾ ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനെയാണ് കോൾ ചെയ്യുന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏർലി ബൈൻഡിങ് എന്ന് പറയും. ഇപ്പൊ ലേറ്റ് ബൈൻഡിങ്, ഏർലി ബൈൻഡിങ് എന്നൊക്കെ പറയുന്നത് മെത്തേഡ്, ഓവർ റൈഡിങ്, ഡൈനാമിക് മെത്തേഡ്, ഡിസ്പാച്ച്, ഫൈനൽ കീവേഡ്, ഇത് മൂന്നും കൂടെ വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇത് ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായാലേ ആ സംഭവം മനസ്സിലാവുകയുള്ളൂ. പിന്നെ മൂന്നാമത്തെ യൂസ് നമ്മൾ പറഞ്ഞത് ഇൻഹെറിറ്റൻസ് പ്രിവെന്റ് ചെയ്യണം. അപ്പോൾ ഒരു ക്ലാസ് ഫൈനൽ ക്ലാസ് എ എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, ക്ലാസ് ബി എക്സ്റ്റെൻസ് എ എന്ന് എഴുതാൻ പറ്റില്ല. കാരണം എനെ പിന്നെ ആർക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റും ഫൈനലും ആക്കാൻ പറ്റില്ല. കാരണം അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ്. അതിന്റെ ചൈൽഡ് വേണം, ചൈൽഡ് ക്ലാസ് വേണം അതിനെ കംപ്ലീറ്റ് ആക്കാൻ, അതിന്റെ അബ്സ്ട്രാക്ട് മെത്തേഡ്സിന് ഡെഫിനിഷൻ കൊടുത്തിട്ട്. അതേസമയം ഫൈനൽ എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റ് ചെയ്യാനേ പാടില്ല എന്നാണ്. അപ്പോൾ എന്നാൽ അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനത്തെ ഒരു ക്ലാസ്, കംപ്ലീറ്റ് ആകാത്തൊരു ക്ലാസ്സിനെ ഒരിക്കലും ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അബ്സ്ട്രാക്റ്റും ഫൈനലും ഒരിക്കലും ഒരു ക്ലാസ്സിന് കൊടുക്കാൻ പറ്റില്ല. ബോത്ത് അബ്സ്ട്രാക്ട് ആൻഡ് ഫൈനൽ ആയിരിക്കാൻ പറ്റില്ല, രണ്ടും കോൺട്രാഡിക്ടറി ആണ്. അതാണ് പറയുന്നത്. ഇത്രയാണ് അപ്പൊ ഇന്ന് പറയാനുള്ളത്. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് ആയിരുന്നു, മറ്റൊന്ന് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്, പിന്നെ ഫൈനൽ കീവേഡ് ആണ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.